പുഷ് പുൾ ലെഗ് പാർട്ടിന്റെ ലെഗ് ഡേ ആണ്. ഞാൻ അകത്തിന്റെ കൂടെയാണ് വർക്ക്ഔട്ട് ചെയ്യണേ. ഹായ് പറ. ഓക്കെ, ആക്ച്വലി ലെഗ് ഡേ കഴിഞ്ഞ് ഞാൻ ഇൻട്രോ എടുക്കാൻ പറഞ്ഞത് കാരണം അവസാനം ഒന്നും ചെയ്യണ. അതെ, നടക്കാൻ പോലും പറ്റുന്നില്ല ഗൈസ്. ഓക്കെ, ഇതിപ്പോ ഈ ലൈങ് ലെഗ് കേളിൽ നമ്മള് ടോപ്പ് സെറ്റ് 2 ഉള്ളൂ, 2 സെറ്റേ ചെയ്യുള്ളൂ. ബാക്കി ഒരു 3-4 സെറ്റ് വാം അപ്പ് സെറ്റ് ആയിരുന്നു. ഓൾമോസ്റ്റ് സെക്കൻഡ് ലാസ്റ്റ് സെറ്റില് നമ്മള് മാക്സിമം ഫെയിലിയർ എത്താൻ നോക്കും. ഫെയിലിയർ എത്തിക്കഴിഞ്ഞ് ഒരു 30-45 സെക്കൻഡ് റെസ്റ്റ് ചെയ്തിട്ട് അപ്പൊ തന്നെ അടുത്ത സെറ്റിലേക്ക് പോകും. എന്നിട്ട് ആ സെറ്റിന്റെ സെയിം റെപ്പ് മാച്ച് ചെയ്യാൻ നോക്കും. മയോ റെപ്സ് എന്നായിരുന്നു പറയണേ. നമ്മളിപ്പം സെക്കൻഡ് ലാസ്റ്റ് സെറ്റില് 10 റെപ്പ് അടിച്ചെന്ന് വെച്ചോ, ലാസ്റ്റ് സെറ്റ് 10 റെപ്പ് എത്തിക്കാൻ നോക്കും. നമ്മൾക്കിപ്പോ 8 റെപ്പ് എത്തിയുള്ളെങ്കിൽ റെസ്റ്റ് എടുക്കും, 10 സെക്കൻഡ് റെസ്റ്റ് എടുക്കും, പിന്നെയും പോവും, 10 റെപ്പ് എത്തണ വരെ അടിച്ചോണ്ടിരിക്കും. ഓക്കെ, കഴിഞ്ഞ സെറ്റ് ഞാൻ 15 റെപ്പ് എത്തി, കുറച്ചു നേരം റെസ്റ്റ് എടുത്ത്. ഇപ്പൊ ഈ സെറ്റ് 15 റെപ്പ് എത്തിക്കാൻ നോക്കും. ഒരു 8-9 റെപ്പ് എത്തിയുള്ളെങ്കിൽ റെസ്റ്റ് എടുക്കും, 5-10 സെക്കൻഡ് റെസ്റ്റ് എടുക്കും, അപ്പൊ തന്നെ പിന്നെയും അടിക്കാൻ തുടങ്ങും. 2 റെപ്പ് എത്തിയുള്ളെങ്കിലും പിന്നെയും അടിക്കും. 15 റെപ്പ് എത്തണവരെ പുഷ് ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് മയോ റെപ്സ് എന്ന് പറയുന്നത്. റെപ്പ് അടിച്ചപ്പം നമ്മുടെ ടെക്നിക്ക് ബ്രേക്ക് ഡൗൺ ആവാൻ തുടങ്ങിയ അപ്പം നിർത്തിക്കോ, 10 സെക്കൻഡ് റെസ്റ്റ് എടുക്കുക, പിന്നെ അടുത്ത 10 സെക്കൻഡ് അടിച്ചു. ചത്ത 13 2 കൂടെ ഉണ്ട്. ആദ്യത്തിന്റെ മയോ റെപ്പ് സെറ്റ് ആണ്. ആദ്യത്തെ കഴിഞ്ഞ സെറ്റ് എത്ര അടിച്ചായിരുന്നു? 15. അപ്പം ഈ സെറ്റും 15 മാച്ച് ചെയ്യാൻ നോക്കും. 15 എത്തണ വരെ അടിച്ചോണ്ടിരിക്കും. ഇപ്പൊ ലാസ്റ്റ് ടോപ്പ് സെറ്റ് ആണെങ്കിലും ടെക്നിക്ക് പെർഫെക്റ്റ് ആയിരിക്കണം. പെട്ടെന്ന് എക്സ്പ്ലോർ ചെയ്ത് മേളിലേക്കും പയ്യെ കൺട്രോൾ ചെയ്ത് താഴത്തേക്കും. ഓക്കെ, ഒന്ന് എണീറ്റ് ഒന്ന് ഷെയ്ക്കായി കയറി മതി. 6 റെപ്പും കൂടെ ക്ലീൻ റെപ്പ്. 2 റെപ്പ്. കയറിക്കോ. ലാസ്റ്റ് ഒരു ക്ലീൻ റെപ്പ് കൂടെ ചെയ്തേട്ടാ. കയറിക്കോ. മതി. കയറിക്കോ. പയ്യെ. ബ്യൂട്ടിഫുൾ. അടുത്ത് നമ്മളെപ്പോഴും ടിക്കറ്റ് ഉണ്ടായിരിക്കും. അതെ, ഈ തെണ്ടി ഈ ഫസ്റ്റ് സെറ്റ് തന്നെ ഫെയിലിയർ അടിച്ച് ഇങ്ങനെ സ്കോട്ടിരിക്കാൻ പോണേ. ഓക്കെ, നമ്മള് ലെഗ് കേൾ കഴിഞ്ഞ സെക്കൻഡ് എക്സസൈസ് സ്ക്വാട്ട്. സാധാ റെഗുലർ സ്ക്വാട്ടാണ്. 2 വാം ആയി ഓൾറെഡി. എന്നാലും നടക്കാൻ പറ്റിയിട്ടില്ല. എന്നാലും ആ ഒരു മൂവ്മെന്റ് ഫെമിലിയർ ആവാൻ വേണ്ടി ജോയിന്റിന് ഒന്നും കൂടെ ഒരു 2 സെറ്റ് വാം ചെയ്യാം. ഓക്കെ, ഇതാണ് പെർഫെക്റ്റ് സ്ക്വാട്ടിന്റെ ഫോം. പയ്യെ കൺട്രോൾ ചെയ്ത് ഡീസെന്റ് ചെയ്ത് പറ്റുന്നത്ര ലോ ആയി ഫുള്ളി ഒന്ന് പോസ് ചെയ്ത് എക്സ്പ്ലോഡ് ചെയ്ത് എണീക്കണം. ഇപ്പൊ നിങ്ങൾക്ക് ആംഗിൾ മൊബിലിറ്റി കുറവുള്ള ആൾക്കാരാണെങ്കിൽ ഇത്രയും താഴാൻ പറ്റുമെങ്കിൽ ഹീലിൽ എന്തെങ്കിലും പ്ലേറ്റോ എന്തെങ്കിലും വെച്ചിട്ടടിച്ചാൽ കുറച്ചും കൂടെ താഴാൻ പറ്റും. തേർഡ് സെറ്റ് ആണ്. സെക്കൻഡ് സെറ്റ്. തേർഡ് കൂട്ടില്ല, 6 സെക്കൻഡ് സെറ്റ് ആണ്.
have you learned? ജിമ്മിലെ ആൾക്കാരില്ലാട്ടോ കൂടുതൽ. I was programmed to be ഇവൻ വെയിറ്റ് കൂട്ടണേലല്ല, അവൻ്റെ റെപ്പ് കറക്റ്റായിട്ട് അടിക്കണേലാണ് അവൻ ഫോക്കസ് ചെയ്യുന്നത്. അടിപൊളിയാണ്. to you. പെർഫെക്റ്റ് റെപ്സ് നോക്കിയേ. ആഹാ, സ്ക്വാട്ടിലൊക്കെ നിങ്ങൾ എത്ര വെയിറ്റ് അടിക്കണം എന്നുള്ളതിനല്ല കാര്യം, ആ വെയിറ്റ് എങ്ങനെ അടിക്കണമെന്നുള്ളതാണ് കാര്യം. താഴത്തൊരു പോസ്, അടിപൊളി. വെയിറ്റ് അല്ല, പക്ഷെ നമ്മൾ ഈ സ്ലോ ആയിട്ട് അടിക്കുമ്പോഴേ പെട്ടെന്ന് ഫെയിൽ ആവും. സെക്കൻഡ് തേർഡ് സെറ്റിൽ തന്നെ 2 പ്ലേറ്റ് ഇട്ടു. 2 പ്ലേറ്റ് 100 കിലോ. പക്ഷെ അത് കുറെ വെയിറ്റ് ആണ്. പക്ഷെ ഞാൻ ഇതിനേക്കാളും കൂടുതൽ അടിക്കാറുള്ളതാണ്. എന്നാലും എത്ര റെപ്പാണെങ്കിലും ക്ലീൻ ആയിട്ട് അടിക്കാൻ നോക്കുക. പറ്റണത്രം പയ്യെ താന്ന് ബോട്ടത്തിൽ ഒന്ന് ഹോൾഡ് ചെയ്ത് പെട്ടെന്ന് എക്സ്പ്ലോർ ചെയ്ത് പോകാൻ നോക്കുക. The same mistakes. I was programmed to beat you. ഓക്കെ, ലാസ്റ്റ് സെറ്റ് ആണ് സ്ക്വാട്ടിന്റെ. അപ്പം 4 സെറ്റ്സ് അടിച്ച് നമ്മൾ സ്ക്വാട്ട്. ഇതിന്റെ സെയിം വെയിറ്റ് ലാസ്റ്റ് സെറ്റ് അടിച്ച. അപ്പൊ 2 ടോപ്പ് സെറ്റ് അടിച്ച നോക്കാം. കഴിഞ്ഞ സെറ്റ് 6 റെപ്പായി. ഈ സെറ്റ് എത്ര എത്തിക്കാൻ പറ്റും നോക്കാം. വാച്ച് പിടിച്ചോ. ഗിവ് അവേ തന്നെ വാച്ചാണ് കേട്ടോ ഗൈസ്. യെസ്, ഓൺലി ഫാൻസിലെ അക്കൗണ്ട് തുടങ്ങാൻ വേണ്ടി ബ്ലൂ ഷോർട്സ് ഒക്കെ ഇട്ടിട്ടാണ് വന്ന് നോക്കുന്നത്. അതല്ല, നിന്റെ ഓൺലി ഫാൻസ് ക്രിയേറ്റേഴ്സിനെ പറ്റിയുള്ള അഭിപ്രായം എന്താ? ഈസിയസ്റ്റ് വേ ടു മേക്ക്. അല്ല, അവരെ പറ്റിയുള്ള അഭിപ്രായം എന്താ? അവരെ പറ്റിയിട്ടുള്ള അഭിപ്രായം എനിക്ക് പറയാൻ പറ്റത്തില്ല. വെരി വെരി കോൺട്രവേഴ്ഷ്യൽ. കോൺട്രവേഴ്ഷ്യൽ എന്നാലും നിന്റെ അഭിപ്രായം പറ. ഓക്കെ, എന്റെ ഭാഗത്തുനിന്ന് ഒരു ഇയർ 200 മില്യൺ ഇയർലി ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ മോസ്റ്റ് ടോപ്പ് കമ്പനീസിലെ സിഇഒസ് അത്ര ഉണ്ടാക്കാനുള്ള. ഇല്ല, ശരിയാ. ഇയർലി $2 മില്യൺ നിനക്ക് കിട്ടുമെങ്കിൽ നീ അങ്ങനെ ചെയ്യൂലേ? ഈ ശരീരം വെച്ചിട്ട് എന്തായാലും ചെയ്യാൻ പറ്റും. ഞാൻ എന്തായാലും ചെയ്യും. ഇയർലി 200 മില്യൺ ആണ് ഗൈസ്. അപ്പൊ ഇവന്റെ OF അക്കൗണ്ടിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. പ്ലീസ്, നിങ്ങൾ പറയണ പോലെ ഇവൻ ചെയ്യുന്നു. ഞാൻ വീണു ഗൈസ്. എന്റെ 10ാമത്തെ റെപ്പില് ഫെയിലായി. ഓക്കെ, ലാസ്റ്റ് എക്സസൈസ് ആണ് ലെഗ് എക്സ്റ്റൻഷൻ. ഭയങ്കര ഈസി ലെഗ് ഡേ ആയിരുന്നു. നമ്മള് 3 എക്സസൈസേ ചെയ്തുള്ളൂ. ലെഗുകള്, സ്ക്വാട്ട്, ലെഗ് എക്സ്റ്റൻഷൻ. പക്ഷെ എല്ലാം കറക്റ്റ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഇന്റൻസിറ്റി പുഷ് ചെയ്താണ് ചെയ്യണത്. അപ്പൊ 3 എക്സസൈസ് മതി. ഓക്കെ, ഇതൊരു 3-4 സെറ്റ് അടിക്കാൻ നോക്കാം. എന്റെ കിളി പോയിട്ടാ. കഴിഞ്ഞ സെറ്റില് എന്റെ അവസ്ഥ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഛർദിച്ചിട്ടുണ്ടായിരുന്നു. ഇതേ സെയിം എക്സസൈസ് നമ്മൾ കഴിഞ്ഞ ആഴ്ച എടുത്തു. വീഡിയോ ഉണ്ട് അതിന്റെ. ആ വീഡിയോ ഇപ്പൊ കണ്ടിട്ട് വരൂ ഗൈസ്. മേളില് ആ കൺട്രാക്ഷനിൽ ഹോൾഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ മേളിലെത്തി അപ്പൊ തന്നെ താഴത്തേക്കുള്ള ഇത് തുടങ്ങിക്കോ. താഴത്ത് ആ സ്ട്രെച്ച് പൊസിഷനിൽ ഹോൾഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഹോൾഡ് ചെയ്യുക. എന്നിട്ട് പെട്ടെന്ന് എക്സ്പ്ലോർ ചെയ്ത് പോകും. അടിപൊളി അടിപൊളി റെപ്പ്, ക്ലീൻ റെപ്പ്.
ലാസ്റ്റ് സെറ്റ് ലെഗ് വർക്ക്ഔട്ടിന്റെ ലാസ്റ്റ് സെറ്റ് ആണിത്. അപ്പം പറ്റുന്നത്ര ഇന്റൻസിറ്റി പുഷ് ചെയ്യാൻ നോക്കാം. ഓക്കെ, നോർമൽ അടിച്ചേ. ഞാൻ 13 അടിച്ചതാ. കുഴപ്പമില്ല 100 15 പോ. കുഴപ്പമില്ല, അധികം പാർഷ്യൽ ചെയ്യും. പകുതി വരെ പോകാം. ഇരി ഇപ്പൊ നോക്കണ്ട. പകുതി വരെ പോക്ക് പഴുത്തത്. പകുതി വരെ പോക്ക്. ഇനിയും അടി റെസ്റ്റ് എടുക്കല്ലേ. അതെ, ഇനിയും അടിയടാ. അടിയ ഓക്കെ, ഫുൾ ഓക്കെ. ഓക്കെ, ഡൺ. എനിക്ക് പറ്റുന്നില്ല ഗൈസ്. ഞാൻ വെറുതെ ഒന്ന് കുനിയാൻ നോക്കി അവിടെ വീഴും. അത്ര ഇതായിരിക്ക. എങ്ങോട്ട് നടന്നോളെ? വെള്ളം കുടിക്കാൻ ഒരു എക്സസൈസും കൂടെ ഉണ്ട്. പോടാർന്ന്. റെഡിയാണോ? ലാസ്റ്റ് ഈസി എക്സസൈസ്, ബോഡി വെയിറ്റ് സ്ക്വാട്സ്. ഗൈസ്, ഇവൻ വട്ടനാണ്. വെരി സിമ്പിൾ ബോഡി വെയിറ്റ് സ്ക്വാട്സ് ആണ്. നമ്മൾ ഹീലൊന്ന് കുറച്ച് എലിവേറ്റ് ചെയ്ത് നോക്കിയാൽ നീ പറ്റുന്നത്രയും ഫ്രണ്ടിലേക്ക് പോകാൻ വേണ്ടി. ഒന്നുമില്ല, പറ്റുന്നത്രയും പയ്യെ താഴാണ്. സ്ട്രെച്ചിലൊന്ന് 2 സെക്കൻഡ് ഹോൾഡ് ചെയ്യാണ്. ഹാഫ് വേ പൊങ്ങണ്, പിന്നെയും പയ്യെ താഴാണ്. ഫുള്ള് പൊങ്ങണ്. 1 റെപ്പ്. അങ്ങനെ പറ്റുന്നത്രയും 10-12 റെപ്പ് അടിച്ചാൽ മതി. ഒരു സെറ്റേ ഉള്ളൂ. ഞാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്യണം. അത് ആദ്യം ചെയ്യണേ. ഓക്കെ, തേങ്ങ ചെയ്യും. എന്റെ കഴിഞ്ഞ എക്സസൈസ് എനിക്ക് റെസ്റ്റ് കിട്ടിയിട്ടില്ലടാ. കൈ ഫ്രണ്ടിലേക്ക് വെച്ചേ. എനിക്ക് പറ്റില്ല. അടിച്ചു തുടങ്ങണ മുമ്പ് പറ്റൂലെന്ന് പറഞ്ഞു. പയ്യെ താഴെ കാല് വെച്ച് വന്നേ. പോട്ടെ. ഹോൾഡ് ചെയ്യേ. പകുതി വരെ പൊങ്ങ്. താഴെ. ഫുൾ പൊങ്ങ്. താഴെ. അപ്പൊ തന്നെ മതി. താഴെ പയ്യെ അടി. പൊങ്ങ. അടി. പയ്യെ കാല് മടക്കടാ. പകുതി വരെ പൊങ്ങ. താഴെ. ലെഗ് ഡേ കംപ്ലീറ്റഡ്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറക്കല്ല കേട്ടോ.